തെളിഞ്ഞ് വരണം. വെള്ളം മുകളിൽ ഒഴിക്കണ വെള്ളം കാണാൻ പറ്റുന്നവരെ കഴുകിയെടുക്കണം കേട്ടോ. വളരെ ഈസിയാണ് കേട്ടോ ഇതിൽ ചെയ്യാൻ. ബിരിയാണിക്ക് ഒന്നും ഞാൻ അല്ലെങ്കിൽ എപ്പോഴും ഇതന്നെ ഒരു പണിയായിട്ട് നിൽക്കും. ഇതിങ്ങനെ എടുത്ത് വറക്കാനുണ്ടാക്കണം. അത്രയും നൈസാണ്. അതെ കാഷ്നട്ട് കാഷ്നട്ട് വറുത്ത് ചോറെടുക്കുക. സിമ്മിലിട്ട് വേണം വറക്കാനായിട്ട്. ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കരിഞ്ഞും വരും, ടേസ്റ്റും ഉണ്ടാവില്ല. ഞാൻ വീഡിയോ ഇതും കൂടി കാണുന്ന അത്ര ടൈം ലേറ്റ് ആവുന്നത് കേട്ടോ, നിങ്ങൾ കാണിച്ചു തരാനായിട്ട്. അത് ഒരു കയ്യിൽ മൊബൈലും മറ്റേ കയ്യിലുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ നമുക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ലാഗാവുന്നത്. ഇതുണ്ടോ, അതവിടെ അങ്ങനെ കിടന്നിട്ട് പമ്മി ആയിക്കോട്ടെ. അതായത് നമ്മളിങ്ങനെ കൂട്ടി നല്ല ഫ്ലെയിം കൂട്ടിയിടരുത്. അത് കൂട്ടിയിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പറയില്ലേ പുളിയുറുമ്പിൻ്റെ കളറെന്നൊക്കെ പറയും. ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് പറയുക കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കൊക്കെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിരിക്കണം. നമ്മളെ കിച്ചണിൽ കയറ്റുമ്പം ചെറുപ്പത്തിലൊക്കെ എനിക്കിഷ്ടം കേട്ടോ. കുക്കിംഗ് എനിക്കിഷ്ടമാണ്. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ രജിയുടെ അമ്മ നല്ലപോലെ കുക്ക് ചെയ്യുന്ന ആളാണ്. അവരുടെ വീട്ടിലാണെങ്കിൽ 3 ബ്രദേഴ്സാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിക്കൊക്കെ വെച്ച് കിട്ടിയിട്ട് എനിക്കൊരു മുട്ട പൊരിക്കാൻ പോലും അറിയില്ല. അത് ക്ലാസ് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ച് കെട്ടിക്കുക എന്ന് പറഞ്ഞ പരുവത്തിൽ കെട്ടിച്ചതാണ്. അപ്പോൾ ഒന്നും അറിയില്ല. അപ്പം അമ്മ നന്നായി വെക്കണോ അമ്മയാണ്. പിന്നെ നന്നായി പാചകം ചെയ്യണമായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസിൽ നിന്ന് വന്നതാണ്. ഞാൻ ഇപ്പോഴും പറയും, ഞാൻ രജിക്ക് ഞങ്ങൾ സെപ്പറേറ്റായി പോകുന്നതിന് ശേഷം ഞാനൊരു രസം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ തന്നെ ചിരിക്കും. കാരണം അത്ര നല്ല രസമായിരുന്നു. ഒരു വലിയ പോണിക്കകത്ത് നിറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കുറേ പുളി കലക്കി നമുക്ക് ആ ഒരു ടേസ്റ്റുകൾ കിട്ടിയത് മാത്രത്തിലല്ല. കുറച്ച് ഇഞ്ചി ചതച്ചു, കുറച്ച് ജീരകം ചതച്ച് അങ്ങോട്ട് വേവിച്ചു. എന്നിട്ട് അതിന് കടുക് താളിച്ചു കൊടുത്തു. എന്നാലും ആളത് കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. നിവർത്തിയില്ലല്ലോ. അതും ഇത്രയും ടേസ്റ്റിൽ വെച്ച് കൊടുക്കണം. അമ്മയുടെ അടുത്ത മകനല്ലേ. അപ്പോൾ തമാശയൊക്കെ പറയുമെങ്കിൽ കൂടിയും കഴിച്ചിട്ടുണ്ടത്. അപ്പം ഞാൻ വെക്കണ ഫുഡ് എന്തും വയ്ക്കും. അതായത് ഏത് സ്റ്റൈൽ വേണമെങ്കിലും വെച്ച് ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വിധം കൊടുക്കാനായിട്ട് എനിക്ക് പറ്റാറുണ്ട്. അതുപോലെ തന്നെ മക്കൾക്കും എനിക്കങ്ങനെ പുറത്തെ ഫുഡ് കുറേ വാങ്ങിച്ചു കൊടുക്കാന്നുള്ള. ഇപ്പോൾ കുറച്ച് ബിസിനസ്സിൻ്റെ തിരക്കിൽ പെടുമ്പോൾ നമുക്കിങ്ങനെ വെക്കാൻ ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള എളുപ്പപ്പണികളൊക്കെ ചെയ്ത് പിന്നെ സഹായിക്കാം. പിന്നെ ചേച്ചിമാർ വരുന്ന ദിവസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ടൈം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് നമ്മുടെ ഇത് തുടങ്ങിയ കാര്യം, ഒരു ബൊട്ടീക്കിൻ്റെ സ്റ്റൈൽ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പുറകിൽ. അപ്പോൾ അതിൻ്റെ സൗണ്ട് ബഹളം ഒക്കെ ഉണ്ട്. എങ്കിലും ഞാനിത് ഇനി ഇത് ലേറ്റാക്കിയത് കാണിക്കാൻ പറ്റില്ല നിങ്ങളെ. അതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണല്ലോ, ഈ ഓൾ സ്പൈസസ് ഉണ്ടല്ലോ അത് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക്, നമ്മുടെ വീട്ടിലുണ്ടായ കുരുമുളക്. അത് കാരണം ഉണങ്ങി വന്നപ്പോൾ ഇങ്ങനെ കേട്ടോ. ഒന്ന് പൊട്ടട്ടെ. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലോട്ട് വെള്ളം ഒഴിക്കണ്ടേ ചേട്ടാ. അത് 1.5 പാത്രമാണ് കേട്ടോ അതിൽ വെള്ളം ഒഴിക്കണത്. നമ്മൾ ഈ പാത്രം വെച്ചിട്ടാണ് അളന്നത്. ഏത് പാത്രമാണോ വയ്ക്കണത് അതിൻ്റെ 1.5 പാത്രമാണ് കേട്ടോ. അതിലേക്ക് വേണ്ട നമുക്ക് ഞാൻ പിങ്ക് സോൾട്ട് ഉപയോഗിക്കണം. നിങ്ങളുടെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇടാം. പിന്നെ എന്താ ഇടേണ്ടത് അത് ഇട്ടാൽ മതി. പിന്നെ എസൻസൊക്കെ പിന്നെ ഒഴിക്കാം.
ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. ഞങ്ങളുടെ ചായ തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് ഇത് ചോറ് വേവിച്ച് വെച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കല്ലേ വേണ്ടു. അതുകൊണ്ടാണ് ഇതാ ഉണ്ടോ, ഇതിങ്ങനെ തിളച്ച് വരണം. തിളച്ച് ഇതൊക്കെ പറ്റി ചോറ് തന്നെയാവും. ചോറ് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടാ.